സംസ്ഥാനത്തെ എടിഎമ്മുകളിൽ പണമില്ലാതെ ജനം വലയുന്നു. ഭൂരിഭാഗം എടിഎമ്മുകളും പൂട്ടി. മണിക്കൂറുകൾ വരി നിന്നാണ് പലരും എടിഎമ്മുകളിൽ നിന്ന് പൈസ പിൻവലിക്കുന്നത്. ബാങ്കുകൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നോട്ട് ക്ഷാമം രൂക്ഷമായതോടെ പല ശാഖകളും പ്രതിസന്ധിയിലാണ്. പണം കിട്ടാതെ നെട്ടോട്ടമോടുകയാണ് ജനം. കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചിയിലെ ഭൂരിഭാഗം എടിഎമ്മുകളിലും ശനിയാഴ്ച രാത്രി തന്നെ പണം തീർന്നു. ബാങ്ക് ശാഖകളോട് ചേർന്നുള്ള എടിഎമ്മുകളിൽ മാത്രമാണ് ഇപ്പോൾ പണമുള്ളത്. അവയിൽ നിന്നെല്ലാം മണിക്കൂറുകൾ വരുന്നതിന് ശേഷമാണ് പണമെടുക്കാൻ സാധിക്കുന്നതും. ഇത് ജനങ്ങളെ വളരെ ദോഷകരമായിട്ടാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥ. ഒരുപാട് എടിഎമ്മിൽ പോയി എവിടെയും ക്യാഷ് കിട്ടുന്നില്ല. ജനങ്ങൾക്ക് വളരെ വലിയൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത്. കൃത്യമായ പ്രിക്കോഷൻസ് ഒന്നും ഇല്ലാതെ ഇത് നടത്തിയതിനെ തുടർന്നാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്. വളരെ ബുദ്ധിമുട്ടാണ്. വളരെയധികം ബുദ്ധിമുട്ടാണ്. കുറേ ദിവസമായിട്ട് പൈസയൊന്നും എടുക്കാൻ കഴിയാതെ വരുന്നു. അതെ, പഠിക്കുകയാണ്. നാട്ടിൽ നിന്ന് പൈസ അയച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പണം നിറയ്ക്കാനുള്ള നടപടികൾ ബാങ്കുകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ആവശ്യത്തിന് 100 രൂപ നോട്ടുകളില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമാകുന്നതെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കുന്നു. എടിഎമ്മുകൾ നിറച്ച് മണിക്കൂറുകൾക്കകം പണം തീർന്നു പോകുന്ന അവസ്ഥയാണ് സംസ്ഥാനത്താകെ. വ്യാപാര കേന്ദ്രങ്ങളെല്ലാം അടച്ചിടേണ്ട സ്ഥിതിയാണ്. തലസ്ഥാനത്തെ എടിഎമ്മുകളും കാലിയായി. നഗരപ്രദേശങ്ങളിലെ വിരലിലെണ്ണാവുന്ന എടിഎമ്മുകളിൽ മാത്രമാണ് ഇപ്പോൾ പണമുള്ളത്. മലബാർ മേഖലയിലും സ്ഥിതി വ്യത്യസ്തമല്ല. 6 മണി മുതൽ എടിഎമ്മുകൾക്ക് മുന്നിൽ നീണ്ട നിര കാണാമായിരുന്നു. ഏതാനും സ്റ്റേറ്റ് ബാങ്ക് എടിഎമ്മുകളിൽ മാത്രമാണ് നിലവിൽ പണമുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഡിസംബർ 30-ന് മുൻപ് നോട്ട് പ്രതിസന്ധി പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ നൽകുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കള്ളപ്പണത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കും. പ്രയാസം സഹിച്ചും സർക്കാരിനോട് സഹകരിച്ച ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി ബിനാമികൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും അറിയിച്ചു. പുതിയ 500 രൂപ നോട്ടുകൾ ബാങ്കുകൾ വിതരണം ചെയ്തു തുടങ്ങി. ഗോവയിൽ പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ട് നിരോധനത്തെ വീണ്ടും ന്യായീകരിച്ചത്. അഴിമതിയും കള്ളപ്പണവും ഇല്ലാതാക്കാനുള്ള നിർണായക ചുവടുവെപ്പാണിതെന്ന് മോദി പറഞ്ഞു. 2014-ൽ കള്ളപ്പണത്തിനെതിരെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. രാജ്യത്തിനെ അഴിമതി വിമുക്തമാക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കും. നോട്ട് നിരോധനം പ്രഖ്യാപിച്ച ശേഷം ചിലരുടെ ഉറക്കം പോയി. 50 ദിവസത്തിനുള്ളിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് രാജ്യത്തെ എത്തിക്കും. സർക്കാരിന് ഒന്നും ഒളിക്കാനില്ല. ഉയർന്ന കസേരയിൽ ഇരിക്കാൻ വേണ്ടിയല്ല ജനിച്ചതെന്നും രാജ്യത്തിന് വേണ്ടി താൻ കുടുംബത്തെ ത്യജിച്ചുവെന്നും മോദി വികാരാധീനനായി പറഞ്ഞു. इस निर्णय से तकलीफ होगी, असुविधा होगी, कठिनाइयां होगी, ये मैंने पहले दिन कहा. അതേസമയം പലയിടങ്ങളിലും പുതിയ 500 രൂപ നോട്ടുകൾ ലഭിച്ചു തുടങ്ങി. ഡൽഹി, മുംബൈ, ഭോപ്പാൽ എന്നിവിടങ്ങളിലാണ് പുതിയ 500 രൂപ നോട്ടുകൾ വിതരണം ചെയ്തത്. മഹാരാഷ്ട്രയിലെ നാസിക് പ്രസിലടിച്ച 500 രൂപയുടെ 50 ലക്ഷം നോട്ടുകൾ കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്കിന് കൈമാറിയിരുന്നു. 500-ന്റെ 50 ലക്ഷം നോട്ടുകൾ കൂടി ബുധനാഴ്ച റിസർവ് ബാങ്കിന് നൽകും. വരും ദിവസങ്ങളിൽ 500 രൂപയുടെ വിതരണം കാര്യക്ഷമമാകുന്നതോടെ പ്രതിസന്ധിക്ക് അയവുവരുമെന്ന പ്രതീക്ഷയിലാണ് റിസർവ് ബാങ്ക്. ജനങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും ആവശ്യത്തിന് നോട്ടുകൾ കരുതൽ ശേഖരത്തിലുണ്ടെന്നും RBI അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. കൃഷിമന്ത്രി ശ്രീ VS സുനിൽകുമാർ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ജോർജ് കുര്യൻ, കോൺഗ്രസ് നേതാവ് ഡോക്ടർ മാത്യു കുഴൽനാടൻ, യൂണിയൻ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ശ്രീനാഥ് ഇന്ദുചൂടൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്.